ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും ഡൗട്ട്സ് ഉണ്ടാവും, ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് പോയി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഈവൻ BBA ഫസ്റ്റ് സെമ്മിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? എന്താണ് അതിൽ ആക്ച്വലി ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇതിന് +2 ആണോ 10th ആണോ, ഏത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൊഡ്യൂൾസ് ഇതേപോലെ മെയിൻ സ്ട്രീം കോഴ്സുകളിലൊക്കെ ഉണ്ട്, BBA ഉണ്ട്. അവിടെ ക്ലാസ്സസ് എടുക്കുന്ന ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ലെക്ചേഴ്സ് ആണെങ്കിലും ഇവരും ഇതേപോലെ എന്താ പറയുന്നത്, ഒരുപാട് വർഷം മുന്നുള്ള മൊഡ്യൂൾസും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തു വരുന്ന ആൾക്കാരായിരിക്കും. സിലബസ് മാറിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതുണ്ട്. പഠിച്ചിറങ്ങുന്നവർ അല്ലെങ്കിൽ നല്ലൊരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരും ഇത് പ്രാക്ടിക്കലി ഇത് ചെയ്യുന്ന സമയത്ത് ദി ലാക്ക് ആക്ച്വൽ നോളേജ്. എന്താണ് ശരിക്കും ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ജസ്റ്റ് തിയറീസ് ആയിരിക്കും അവർ ഫോളോ ചെയ്ത് പോരുന്നത്. ഈ ഒരു പ്രശ്നം തന്നെയാണ് ഇവരൊക്കെ ഫേസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ കറൻ്റ്ലി കൊടുക്കുന്ന കോഴ്സിലുള്ള സിലബസ്, മൊഡ്യൂൾസ്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ഒരു കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാം.